ശ്രീമന്നാരായണീയം ദശകം 7 ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദശകം 7 വൃത്തം ശാർദൂല വിക്രീഡിതമാണ്. ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂതസ്ഫീതരജോ വികാരവികസൻ നാനാസൃക്ഷാരസാ. ദേവ ഭഗവാനേ, ദേവ ഏവം ഇപ്രകാരം ചതുർദശാത്മക ജഗത് രൂപേണ ജാത 14 ലോകങ്ങളുടെ രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ട നിന്തിരുവടി ഭഗവാൻ പുന വീണ്ടും സ്വയം സ്വേച്ഛയാൽ തസ്യ ഊർധ്വം അതിൻ്റെ മുകളിൽ 14 ലോകങ്ങളുടെയും മുകളിൽ ഖലു തന്നെ ഊർധ്വം ഖലു മുകളിൽ തന്നെ സത്യലോക നിലയെ സത്യലോകസ്ഥാനത്ത് ധാതാ ജാത അസി ബ്രഹ്മാവായി സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു. വിരാട് സ്വരൂപ വർണ്ണനം നമ്മൾ 6ാമത്തെ ദശകത്തിൽ വായിച്ചു. ഇങ്ങനെ 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള ആ ഭഗവാൻ വീണ്ടും സ്വയം അതിൻ്റെ മുകളിൽ തന്നെ സത്യലോകത്തിൽ ബ്രഹ്മാവായി സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു. യം ആ ബ്രഹ്മാവിനെ അഖില ത്രൈലോക്യ ജീവാത്മകം 3 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭം ശംസന്തി ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. സ്വയം ബ്രഹ്മാവായിട്ടിരുന്ന ആ ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ ഹിരണ്യഗർഭൻ സ്ഫീതരജോ വികാര വികസൻ രജോ ഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ നാനാസൃക്ഷാരസ പലതരത്തിലുള്ള സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ള രസമുള്ളവൻ ആയി ഭവിച്ചു. ഇങ്ങനെ സത്യലോകത്തിൽ ബ്രഹ്മാവായിട്ട് ഹിരണ്യഗർഭനായിട്ടിരുന്ന ആ ഭഗവാൻ രജോ ഗുണം വർദ്ധിച്ച് സൃഷ്ടി ചെയ്യാനുള്ള ആ ഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ളവനായിട്ട് തീർന്നു. ദേവ എന്ന് ഭഗവാനെ പറയുമ്പോൾ സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളുള്ള വിരാട് പുരുഷനായും സത്വം രജസ് എന്ന 2 ഗുണങ്ങളുള്ള ബ്രഹ്മാവായും സത്വഗുണം മാത്രമായ വൈകുണ്ഠമൂർത്തിയായും നിർഗുണ ബ്രഹ്മമായും ക്രീഡിക്കുന്ന ഭഗവാനെ എന്നാണ് ഇവിടെ അർത്ഥം. നമ്മുടെ ശരീരത്തിൽ ജീവന്റെ സ്ഥിതി ശിരസിലാണ്. അതുപോലെ വിരാട് പുരുഷന്റെ ജീവസ്ഥാനം വഹിക്കുന്ന ആ ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ പ്രത്യക്ഷപ്പെടുന്നതും ഈ വിരാട് സ്വരൂപത്തിൽ ശിരസ്ഥാനം വഹിക്കുന്ന ആ ശിരസ്സായിട്ട് നിൽക്കുന്ന ആ സത്യലോകത്തിലാണ്. എല്ലാ ജീവജാലങ്ങളുടെയും സമഷ്ടി രൂപം
എല്ലാം കൂടിയുള്ള രൂപം, സർവ്വജീവജാലങ്ങളും കൂടി കൂടിയ ചേർന്ന രൂപം, അതാണ് ഇവിടെ ബ്രഹ്മാവ്. 14 ലോകങ്ങളെയാണ് ത്രൈലോക്യം എന്നും പറയുന്നത്. ഭൂമിക്ക് താഴെയുള്ള 7 ലോകവും അതുപോലെ പാതാളം, മുകളിലുള്ള 6 ലോകവും സ്വർഗം, നടുവിലുള്ള ലോകം ഭൂമി. ഇങ്ങനെയാണ് 3ആയിട്ട് പറയുന്നത്. ഭൂമി, സ്വർഗം, പാതാളം എന്നിങ്ങനെ പറയുന്നത്. സത്വഗുണം വർദ്ധിച്ചു വന്നാൽ അറിവ് വർദ്ധിച്ചു വരും. രജോ ഗുണം വർദ്ധിച്ചു വന്നാലോ സൃഷ്ടിക്കാനുള്ള വാസന കൂടി വരും. തമോ ഗുണം അജ്ഞാനമാണ്, അജ്ഞാന സ്വരൂപമാണ്. ഇവിടെ രജോ ഗുണം കൂടുതലായി വന്നതുകൊണ്ടാണ് ബ്രഹ്മാവിന് സൃഷ്ടിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായത്. ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായത്തിലെ കഥയാണ് ഇവിടെ വിവരിച്ച് പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.